ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാജ വിജയ് സേതുപതിയെ നായകനാക്കിയിട്ട് നിതിലൻ സ്വാമിനാഥൻ ഡയറക്ട് ചെയ്തിട്ടുള്ള മഹാരാജ എന്ന സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു. ജൂൺ 14 റിലീസ്. ഏകദേശം 2 ആഴ്ചയായി റിലീസായിട്ട്. എങ്കിലും ഞാൻ ഈ 2 ആഴ്ചകളിൽ പല സിനിമകളും കണ്ടിരുന്നു കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ പലതും എനിക്ക് പേഴ്സണലി ഉള്ള തിരക്കുകളും ഈ ഒഫീഷ്യലി ഉള്ള തിരക്കുകളും ആയിട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില സിനിമകൾ മനഃപൂർവ്വം ഒഴിവാക്കുന്ന സിനിമകളും റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഒട്ടും താല്പര്യമില്ലാത്ത, ഒട്ടും ചെയ്യാൻ പോലും താല്പര്യമായിരുന്നു, റിവ്യൂ ചെയ്യാനോ ഒരു ഒപ്പീനിയൻ പറയാനോ ഒട്ടും താല്പര്യമില്ലാത്ത സിനിമകളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ആക്ച്വലി ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതിഗംഭീരം. കാരണം ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ ഹിറ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. ആക്ച്വലി അതുവരെ വളരെ ഡൗൺ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിട്ടാണ് തമിഴ്. സാധാരണ തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു വർഷം 3-4 ഒക്കെ ഹിറ്റുകളൊക്കെ സംഭവിക്കുന്നതാണ്. ഇനി വരാനുണ്ട്, 6 മാസത്തെ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും 6 മാസം കൂടി ഉണ്ടല്ലോ. വിജയുടെ പടം വരുന്നിട്ട് നമ്മുടെ സൂര്യ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഇനി റിലീസ് ആവാനുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ 6 മാസമായിട്ട് വലിയൊരു ബോക്സ് ഓഫീസ് ഇളക്കം സൃഷ്ടിക്കാൻ തമിഴ് ഇൻഡസ്ട്രിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഈ മഹാരാജ എന്നുള്ള കേസിൽ. ഇനി ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയിൽ ഏറ്റവും എന്നെ ഇംപ്രസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ മേക്കിംഗ് ഒരു രക്ഷയില്ല, ഗംഭീരം. ആക്ച്വലി അതിന് ശരിക്കും പറഞ്ഞാൽ ക്ലാപ്സ് കൊടുക്കേണ്ടത് നിതിലൻ സ്വാമിനാഥൻ ഡയറക്ടർക്കും അതിന്റെ DOP ചെയ്ത ദിനേശ് പുരുഷോത്തമൻ. പിന്നെ നിഖിലൻ സ്വാമിനാഥൻ എന്നുള്ള ആ ഒരു ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ 2017 കുരങ്ങുബൊമ്മ എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ 2024 അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നത്. ആ ഒരു 7 വർഷത്തെ ഒരു എഫേർട്ട് ഈ സിനിമയ്ക്കകത്ത് ഇട്ടു. അത് നന്നായിട്ട് തന്നെ വർക്കായി, അത് കാണാൻ തന്നെ ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച മറ്റ് ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അഭിരാമി, അനുരാഗ് കശ്യപ്, പിന്നെ മമത മോഹൻദാസ്, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ടർബോയിലുള്ള ആ പോലീസ് ക്യാരക്ടർ, ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ആളും ഒക്കെ നന്നായിട്ട് തന്നെ ആ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവർക്കൊക്കെ പുറമെ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പേര് വിജയ് സേതുപതി. അദ്ദേഹത്തിന്റെ 50ാമത്തെ സിനിമയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിജയ് സേതുപതിക്കൊക്കെ കണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിൽ അങ്ങ് ചുമ്മാ കൊണ്ടുവച്ചാൽ മതി, ബാക്കിയൊക്കെ പുള്ളി തീയായിരിക്കും. കാരണം അദ്ദേഹം ഇതിനകത്തുള്ള ക്യാരക്ടർ നമ്മൾ നോക്കി, മഹാരാജ എന്നുള്ള ക്യാരക്ടർ കണ്ടാൽ തന്നെ അറിയാം. ആ ഒരു നിൽപ്പ് നിന്നാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അട്ടിമുട്ടി വരയ്ക്കും. ആ ഒരു ലെവലിൽ സാധനം. ഇതിലൊരു പാവത്താൻ ക്യാരക്ടറൊക്കെ ആയിട്ടും പല രീതിയിലും അദ്ദേഹത്തിന്റെ ഭാവവ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഓപ്പോസിറ്റ് ആൾക്കൊരു പേടി, ഉള്ളിലൊരു ഭയം തോന്നുന്ന രീതിയിൽ നല്ല മികച്ച ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതിനകത്ത് ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ എടുത്ത് പറയേണ്ട തന്നെ കേട്ടോ. അതിനകത്ത് ഒരാളെ കൊല്ലുന്ന സീനുണ്ട്. അത് ക്ലൈമാക്സ് അല്ല ഞാൻ പറയുന്നത്, ബിറ്റ്വീൻ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായൊരു ഫൈറ്റ് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഓഫ് കോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഊഹം കിട്ടി ഇതിങ്ങനെ ആയിരിക്കും പോവുക എന്നുള്ളത്. എങ്കിലും ഐറ്റമായിരുന്നു, അടിപൊളി ക്ലൈമാക്സ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തമിഴ് സിനിമയിൽ ഇത്ര ത്രില്ലടിപ്പിച്ച ഒരു സിനിമ മറ്റൊന്നില്ല. അത്ര ഗംഭീരമായിട്ട് ഇനി ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം ഞാൻ ഈ തിയേറ്ററിൽ പോയി കണ്ടാലും അത്ഭുതപ്പെടാനില്ല. അത്ര നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി തമിഴ് ഇൻഡസ്ട്രിയും വലിയൊരു ഹിറ്റോട് കൂടി എത്തിയിരിക്കുകയാണ് ഈ ഒരു 2024 മഹാരാജ. അതും നമ്മുടെ വിജയ് സേതുപതി. ഇനിയും വരാനുണ്ടേ, നല്ല സിനിമകളൊക്കെ വരാനുണ്ട്. വിജയണ്ണനുണ്ട്, സൂര്യ, അതുപോലെ അജിത്ത്, ഇങ്ങനെ ഗംഭീര സിനിമകൾ ഇനി ബാക്ക് ടു ബാക്ക് തമിഴ് ഇൻഡസ്ട്രിയും ഓണാവാൻ തുടങ്ങുകയാണ്. ഇനി നമുക്ക് മലയാളത്തിലും ഗംഭീരമായ സിനിമകൾ ഉണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് മന്ത് കൈറ്റ് ബറോസ്, ബസൂക്ക, പിന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ ഇനിയും വരാൻ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുണ്ട്. അടുത്ത ആഴ്ച കൽക്കിയുണ്ട്. അങ്ങനെ എല്ലാ ഇൻഡസ്ട്രി ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്ത്യൻ സിനിമ വേറെ ലെവലിലേക്ക് എത്താൻ പോകുന്ന ഒരു കാലഘട്ടമാണിത്. നല്ല രീതിയിൽ തന്നെ മാറട്ടെ, നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല ഹിറ്റ് ആവട്ടെ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മഹാരാജ. ഒരിക്കലും നിങ്ങൾ ആ ടിക്കറ്റ് പൈസ പോയേ എന്നൊന്നും ആർക്കും തോന്നില്ല. അത്ര മികച്ച രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ